വരുമ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. ഒപ്പം മേയറുടെ സഹോദരനും ഭാര്യയ്ക്കെതിരെയും കേസെടുക്കണം. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസിൽ നേരത്തെ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. VV വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, കോടതിയിൽ ഈ യദു പോയി ആ യദുവിന്റെ നീക്കം അത് ഫലം കാണുന്നു എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശവും സാഹചര്യവും. കന്റോൺമെന്റ് പോലീസ് തുടർ നടപടി ആരംഭിച്ചിട്ടുണ്ടോ? സൈത്ത്, ഇന്നാണ് മജിസ്ട്രേറ്റ് കോടതി 3 യദുവിന്റെ ഹർജിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കന്റോൺമെന്റ് പോലീസ് FIR ഇട്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. CMB, അതായത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയായിരുന്നു. നേരത്തെ തന്നെ മറ്റൊരു അഭിഭാഷകന്റെ ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകം തന്നെ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് യദുവിന്റെ ഹർജിയിലും പറയുന്നത്. ഇതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ വരുന്ന കുറ്റങ്ങളുമുണ്ട്. FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി പോലീസാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് പൂർണ്ണമായും ഒരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേസമയം ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗമുണ്ടായിരുന്നു. പ്രത്യേക കൗൺസിൽ യോഗമാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട യോഗമാണ് വിളിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മേയർക്കെതിരെ അതിശക്തമായ വിമർശനം BJP, കോൺഗ്രസ് പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. BJP ആണ് തിരുവനന്തപുരത്തെ പ്രതിപക്ഷം. അവിടെ ഡ്രൈവറെ സർവീസിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്ന ആവശ്യം BJP ഉന്നയിച്ചു. എന്നാൽ അങ്ങനെ ഒരു പ്രമേയം പാസാക്കിയിട്ടില്ല. ആ പ്രമേയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ എന്ന ഒരു ചോദ്യമായിരുന്നു മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ തെറ്റായ വാർത്ത മാധ്യമങ്ങൾ നൽകിയതാണ്. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ആ വാർത്ത ഒഴിവാക്കണമെന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന കാര്യവും മേയർ വ്യക്തമാക്കി. കോൺഗ്രസും മേയർക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത്തരത്തിൽ കോടതിയുടെ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ തെറ്റായ സമീപനം കൊണ്ട് എന്ന കാര്യമാണ് കോൺഗ്രസും ഉന്നയിച്ചത്. യദുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം KSRTC നടത്തുന്നുണ്ട്. വിജിലൻസ് വിഭാഗമാണ് ഈ അന്വേഷണം നടത്തുന്നത്. നടിയുടെ പരാതിയിൽ, അതായത് കഴിഞ്ഞ ജൂൺ 19 തന്നോട് യദു മോശമായി കുന്നംകുളത്തിന് സമീപം പെരുമാറിയെന്ന ആ പരാതി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യദുവിൻ്റെ മൊഴിയും വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യദു മേയറുമായി തർക്കമുണ്ടായ ദിവസം ഏതാണ്ട് 1 മണിക്കൂറോളം ബസ് ഓടിക്കുന്നതിനിടയിൽ, അതായത് തൃശ്ശൂരിൽ നിന്ന് സർവീസ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതിനിടയിൽ 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്ന കാര്യം കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ യദുവിനെതിരെയുള്ള റിപ്പോർട്ടായി കോടതിയിലെത്തും എന്നതും ഉറപ്പാണ്. സൈത്ത്, ഈ കേസിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുമ്പോൾ യദുവിനെതിരായ പോലീസിന്റെ റിപ്പോർട്ടും സ്വാഭാവികമായും അന്വേഷണ പരിധിയിൽ പോലീസ് ഉൾപ്പെടുത്തുമെന്നതാണ് അതിന്റെ സാഹചര്യം.